നമസ്കാരം. ട്രംപിന്റെ മണ്ടൻ തീരുമാനങ്ങൾ കാരണം എലോൺ മസ്ക് വരെ അടിയുണ്ടാക്കി വൈറ്റ് ഹൗസിൽ നിന്നും പടിയിറങ്ങി. നിലവിൽ രാജ്യത്തെ വിഭജിക്കാനുള്ള ഒരു നീക്കമാണ് ട്രംപ് ഇപ്പോൾ നടത്തുന്നത്. ഫെഡറൽ ഇമിഗ്രേഷൻ റെയ്ഡുകൾക്കെതിരെ കാലിഫോർണിയയിൽ ആരംഭിച്ച പ്രക്ഷോഭം കത്തിപ്പടർന്നതോടെ ലോസ് ആഞ്ചലസിൽ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. പ്രതിഷേധക്കാർ വാഹനങ്ങൾക്ക് തീയിടുകയും പാതകൾ, അതായത് റോഡുകളെല്ലാം തന്നെ ഉപരോധിക്കുകയും ചെയ്തതോടെ ലോസ് ആഞ്ചലസ് തെരുവുകൾ പലയിടത്തും യുദ്ധക്കളമായി മാറി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റുകളും ഉപയോഗിച്ച് സംഘർഷം നിയന്ത്രിക്കാനുള്ള പോലീസിന്റെ ശ്രമം പാളിയതോടെ സൈന്യത്തെ വിന്യസിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിടുകയായിരുന്നു. കൂടാതെ ഈ പ്രക്ഷോഭം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയും റബ്ബർ ബുള്ളറ്റ് ആക്രമണം പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. സംഘർഷം നിയന്ത്രിക്കാൻ അധികൃതർ സൈന്യത്തെ ഉൾപ്പെടെ വിന്യസിക്കാൻ ആരംഭിച്ചതോടെ ലോസ് ആഞ്ചലസിലേക്ക് പുറത്തും പ്രതിഷേധങ്ങൾ വ്യാപിക്കുന്ന കാഴ്ചയാണ് ഞായറാഴ്ച രാത്രി വരെ ഉണ്ടായത്. ഇന്നലെയും സമാനതകളില്ലാത്ത ആക്രമണമാണ് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വൻ പ്രതിഷേധമാണ്. വാഹനങ്ങളെല്ലാം തന്നെ അഗ്നിക്ക് ഇരയാകുന്നുണ്ട്. പാരാമൗണ്ട്, അതോടൊപ്പം തന്നെ കോപ്റ്റൻ പോലുള്ള സമീപ പട്ടണങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി. ലോസ് ആഞ്ചലസിലെ ഫ്രീവേകൾ ഉൾപ്പെടെ സമരക്കാർ ഉപരോധിച്ചതോടെ നടപടി കർശനമാക്കുകയാണ് സുരക്ഷാ സേന. ഇപ്പോൾ പ്രതിഷേധക്കാർ ഉടൻ നഗരം വിടണമെന്നാണ് സുരക്ഷാ സേന ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക വിന്യാസത്തിനെതിരെ പ്രതിഷേധവുമായി ആയിരങ്ങൾ തെരുവിലിറങ്ങിയതോടെ ലോസ് ആഞ്ചലസിൽ സംഘർഷം കത്തിപ്പടരുകയാണ്. പ്രതിഷേധക്കാർ ഗതാഗതം തടസ്സപ്പെടുത്തുകയും വാഹനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് കണ്ണീർ വാതകം, റബ്ബർ ബുള്ളറ്റുകൾ, ഫ്ലാഷ് ബാങ്ങുകൾ എന്നിവ പ്രയോഗിച്ചു. ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണത്തിനെതിരായ പ്രകടനങ്ങളുടെ 3-ാം ദിനമാണ് സംഘർഷമുണ്ടായത്. നഗരത്തിലേക്ക് 300ഓളം ഫെഡറൽ സൈനികർ എത്തിയതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. ഇമിഗ്രേഷൻ റെയ്ഡുകൾക്ക് ശേഷം ആളുകളെ കസ്റ്റഡിയിലെടുത്ത ലോസ് ആഞ്ചലസ് നഗരത്തിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിന് പുറത്ത് നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ലോസ് ആഞ്ചലസ് പോലീസ് പ്രതിഷേധക്കാരെ പിടിച്ചുവിടാൻ തോക്കുകൾ കയ്യിലെടുത്തു. നിയമവിരുദ്ധമായി ഒത്തുകൂടിയതിനാൽ ഉടൻ പിരിഞ്ഞു പോകണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. ഫ്രീവേയിലെ ഗതാഗതം തടസ്സപ്പെടുത്തിയ പ്രതിഷേധക്കാരെ നീക്കി ഗതാഗതം സുഗമമാക്കിയിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് നാട് കടത്തുന്നതിനായി കുടിയേറ്റകാര്യ വകുപ്പ് പാരാമൗണ്ടിൽ റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ചയാണ് പ്രതിഷേധം അമേരിക്കയിൽ ആരംഭിച്ചത്. പ്രതിഷേധം അടിച്ചമർത്താൻ പ്രസിഡന്റ് ട്രംപ് 2000ഓളം ദേശീയ ഗാർഡ് അംഗങ്ങളെയാണ് വിന്യസിച്ചത്. പ്രതിഷേധം ഒരു രീതിയിലേക്കും അടങ്ങാതെ വന്നതോടെ സംസ്ഥാനം ഭരിക്കുന്ന ഡെമോക്രാറ്റിക് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും ട്രംപ് വിമർശനം ഉന്നയിച്ചു. അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടിയെ തുടർന്ന് ലോസ് ഏഞ്ചലസിൽ ഫെഡറൽ നിയമപാലകരും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായതോടെയാണ് സൈന്യത്തെ ഇറക്കാൻ ട്രംപ് ഉത്തരവിട്ടത്. മുഖംമൂടി ധരിച്ച ആരെയും അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചു. ഫെഡറൽ ഇമിഗ്രേഷൻ റെയ്ഡുകൾക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ 3-ാം ദിനം പിന്നിടുമ്പോൾ നടപടികളും അതോടൊപ്പം തന്നെ കർശനമാക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം. പ്രതിഷേധങ്ങളെ നേരിടാൻ ഇന്നലെ 2000 ഫെഡറൽ സേനാംഗങ്ങളെ നഗരത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സൈന്യത്തിന്റെ ഭാഗമായി 500 മറീനുകളെ കൂടി പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് എഡ്സന്റെ പ്രതികരണത്തിലാണ് ഇത് സംബന്ധിച്ച സൂചനകൾ ഉണ്ടായത്. അടിയന്തര സാഹചര്യം നേരിടാനായി 500 മറീനുകൾ സജ്ജമാണെന്നും അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. US സൈന്യത്തിന്റെ പ്രത്യേക ദൗത്യങ്ങൾക്കായി വിന്യസിക്കുന്ന സൈനിക ഭാഗമായ മറീനുകൾ കരയാക്രമണത്തിനും അതോടൊപ്പം തന്നെ നാവിക ആക്രമണങ്ങൾക്കും പ്രത്യേക പരിശീലനം സിദ്ധിച്ചവരാണ്. കാലിഫോർണിയ ഗവർണറോട് ആലോചിക്കാതെ ഫെഡറൽ സേനയെ നിയോഗിച്ച ട്രംപിന്റെ നടപടിയെ ചൊല്ലി രാഷ്ട്രീയ പോര് തുടരുന്നതിനിടെയാണ് സൈനിക വിന്യാസത്തിൽ പുതിയ തീരുമാനങ്ങൾ പുറത്തുവന്നത്. സൈന്യത്തെ വിന്യസിച്ചത് രാജ്യസുരക്ഷയെ കരുതിയാണെന്നായിരുന്നു ട്രംപിന്റെ വിശദീകരണം. പ്രസിഡന്റിന്റെ നടപടി സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും അതൊരു ഭ്രാന്തൻ തീരുമാനമാണെന്നും കാലിഫോർണിയ ഗവർണറുടെ പ്രതികരണമുണ്ടായി. നഗരത്തിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ മാർഗമല്ലാത്ത ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നു. നഗരത്തിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ 2000 സൈനികരെയാണ് വിന്യസിച്ചത്. ട്രംപും കാലിഫോർണിയ ഗവർണർ ഗാവിൻ സിസോമും തമ്മിൽ ഇതിനിടെ വാക്പോരിന് വഴിവെച്ചു. മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുകയാണെന്നും ട്രംപ് ആരോപിച്ചിട്ടുണ്ട്. സമാധാനപരമായ പ്രതിഷേധക്കാർ അല്ലെന്നും മറിച്ച് പ്രശ്നകാരികളും കലാപകാരികളുമാണെന്നും ട്രംപ് വാദിച്ചു. അതിനിടെ പ്രസിഡന്റിന്റെ കടുത്ത വിമർശകനായ ഡെമോക്രാറ്റ് പ്രതിനിധി മാക്സിൻ വാട്ടേഴ്സ് സൈനികരെ വിന്യസിക്കുന്നത് അനാവശ്യമായ ഒരു സംഘർഷത്തിന് വഴിവെക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആരെയാണ് വെടിവെക്കാൻ പോകുന്നത്? എന്നെ വെടിവെക്കുകയാണെങ്കിൽ നേരെ വെടിവെക്കുക എന്നാണ് മാക്സിൻ വാട്ടേഴ്സ് പറഞ്ഞത്. ഗാർഡിനെ വിന്യസിച്ചത് നഗരത്തിൽ സംഘർഷം വർദ്ധിപ്പിച്ചുവെന്നും ട്രംപ് ഭരണകൂടത്തിനെതിരെ സംസ്ഥാനം കേസ് ഫയൽ ചെയ്യുമെന്നും കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം പറഞ്ഞു. നഗരത്തിലെ സൈനിക വിന്യാസം സംസ്ഥാന പരമാധികാരത്തിന്റെ ഗുരുതരമായ ലംഘനമാണെന്നും ഫെഡറൽ സർക്കാർ ദേശീയ ഗാർഡിനെ ഇറക്കി ജനങ്ങളെ ഭയപ്പെടുത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
അതേസമയം പ്രതിഷേധം ശക്തമാകുകയാണെങ്കിൽ US സൈന്യത്തിന്റെ പ്രത്യേക ദൗത്യങ്ങൾക്കായി വിന്യസിക്കുന്ന സൈനിക ഭാഗമായ മറീനുകളെ കൂടി വിന്യസിക്കുമെന്നാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഡ്ഗേഴ്സ് മുന്നറിയിപ്പ് നൽകിയത്. ഇതിനെ ഭ്രാന്തൻ തീരുമാനമെന്നാണ് ന്യൂസോം വിശേഷിപ്പിച്ചത്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാട് കടത്താനുള്ള ട്രംപ് സർക്കാരിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ലോസ് ആഞ്ചലീസ് നഗരത്തിൽ ലാറ്റിൻ അമേരിക്കൻ വംശജൻ പാർക്കുന്ന ഭാഗങ്ങളിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ തുടർച്ചയായ റെയ്ഡുകൾ നടത്തിയത്. ഇതിൽ 44 പേരെ അറസ്റ്റ് ചെയ്തതായാണ് ഇപ്പോൾ സെക്യൂരിറ്റി അധികൃതർ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടപ്പിലാക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ LAയിൽ ആകെ ജനസംഖ്യയുടെ 1/3 കുടിയേറ്റക്കാരാണെന്നാണ് കരുതപ്പെടുന്നത്. അതിനാൽ തന്നെ ട്രംപ് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നതും ഈ നഗരത്തെയാണ്. കഴിഞ്ഞ മാസം 239 അനധികൃത കുടിയേറ്റക്കാരെ നഗരത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിലായവരുടെ എണ്ണം കുറഞ്ഞുപോയെന്ന ട്രംപിന്റെ വിലയിരുത്തലിനെ തുടർന്നാണ് ICE നടപടികൾ കർശനമാക്കിയത്. ഒരു ദിവസം ചുരുങ്ങിയത് 3000 പേരെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നാണ് സർക്കാർ IECക്ക് നൽകിയിരിക്കുന്ന ടാർഗറ്റ്. ഇതിനായി നഗരപ്രദേശങ്ങളിൽ നിരന്തരമെന്നോണം റെയ്ഡുകൾ നടത്തിയാണ് കലാപത്തിന് തിരികൊളുത്തിയത്. അമേരിക്കയെ കീറിമുറിക്കാനുള്ള ഒരു നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.